സൈനിക ശേഷിയും സാങ്കേതിക വിദ്യയിലെ കരുത്തും വിളിച്ചോതി എയ്റോ ഇന്ത്യ 2025. ബംഗളൂർ യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷനിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ എയർ ഷോ ആയ എയ്റോ ഇന്ത്യ നടക്കുന്നത്. ഇന്ത്യക്ക് പുറമെ യുഎസും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ആകാശ വിസ്മയം തീർത്തു. ഫെബ്രുവരി 14 എയ്റോ ഇന്ത്യ സമാപിക്കും. സൈനികരുടെ മനോവീര്യം, സാങ്കേതിക വിദ്യയുടെ കരുത്തുമൊന്നിച്ചപ്പോൾ എയ്റോ ഇന്ത്യ ആകാശത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ ആകാശ പോരാട്ടത്തിന്റെ കുന്തമുനകളായ റഫാൽ യുദ്ധവിമാനങ്ങൾ ബാംഗ്ലൂരിന്റെ ആകാശത്ത് ശബ്ദാതിവേഗത്തിൽ പറന്ന് ഇന്ത്യയുടെ പോരാട്ടവീര്യം പ്രകടിപ്പിച്ചു. റഫാൽ യുദ്ധവിമാനങ്ങൾ നിയന്ത്രിച്ചത് വ്യോമസേനയിലെ വനിതാ പൈലറ്റുമാരാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ 3 തേജസ് ലഘു യുദ്ധവിമാനങ്ങളുടെ ഫോർമേഷനെ നയിച്ചത് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ RP സിംഗ് ആയിരുന്നു. അത്യാധുനിക 5ാം തലമുറ യുദ്ധവിമാനങ്ങളായ റഷ്യയുടെ Su-57, US വ്യോമസേനയുടെ പോർമുനയായ ലോക്ക്ഹീഡ് മാർട്ടിന്റെ F-35 ലൈറ്റ്നിംഗ് II എന്നിവ ചരിത്രത്തിലാദ്യമായി ഒരു വേദിയിൽ അണിനിരന്ന് കരുത്തുകാട്ടിയെന്നതും എയ്റോയുടെ സവിശേഷതയായി. ഒപ്പം ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ്, അഗ്നി, പൃഥ്വി, ആകാശ് മിസൈലുകളും അണുവായുധ പോർമുന വഹിക്കുന്ന ആയുധങ്ങളും എയ്റോയുടെ ഭാഗമായി. ഇന്ത്യ വികസിപ്പിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ മാതൃകയും ഇന്ത്യ പ്രദർശനിയിൽ സജ്ജമാക്കിയിരുന്നു. ഇന്ത്യയുമായി ചേർന്ന് 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാമെന്നുള്ള ഓഫർ വെച്ച ശേഷം റഷ്യ അത്യാധുനിക ശേഷിയുള്ള 5ാം തലമുറ യുദ്ധവിമാനമായി എയ്റോ ഇന്ത്യയിലെത്തിയെന്നതും സവിശേഷതയായി. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.